ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ സമാന്തര പാതയിലൂടെ യാത്ര ചെയ്തവരെ ഡിവൈഎസ്പി CK രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ തൃശൂർ റൂറൽ SP റേഞ്ച് IGക്ക് റിപ്പോർട്ട് നൽകി. ചാലക്കുടി ഡിവൈഎസ്പിക്ക് വീഴ്ച പറ്റിയെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ചട്ടവിരുദ്ധമായാണ് ഡിവൈഎസ്പി വാഹന പരിശോധന നടത്തിയതെന്നും റിപ്പോർട്ടിൽ പരാമർശം. വിശദാംശങ്ങളുമായി CG ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, ഡിവൈഎസ്പിക്കെതിരെ ഏത് രീതിയിലുള്ള വിമർശനമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ? സുരേഷ്, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ടോൾ പ്ലാസയ്ക്ക് സമാന്തരമായി ടോൾ പിരിവ് തുടങ്ങിയ കാലം മുതൽ തന്നെ സമീപവാസികൾ ഉപയോഗിച്ചിരുന്ന പഞ്ചായത്ത് റോഡിലൂടെയാണ് ആളുകൾ സമാന്തര പാതയായി ഉപയോഗിച്ചിരുന്നത്. ഈ പാതയിലൂടെ വാഹനങ്ങൾ പോകുന്നത് തടയാൻ ടോൾ പ്ലാസ അധികൃതർ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് നിരവധി സംഘർഷങ്ങളും എല്ലാം തന്നെ ഈ പരിസരത്ത് നിലനിന്നിരുന്നു. ഇത്തരത്തിലൊരു റോഡിലൂടെ ഈ വ്യാപകമായി ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ വ്യാപകമായി വാഹനങ്ങൾ പോകുന്ന ഒരു കാഴ്ചയും ഈ അടുത്ത കാലയളവിലായി ഉണ്ടായിരുന്നു. ഈ റോഡിലാണ് DVSPയുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടന്നത്. എന്നാൽ ഇത്തരത്തിൽ വാഹന പരിശോധന നടത്തിയത് ടോൾ അധികൃതരെ സഹായിക്കാനാണ് എന്ന തരത്തിലാണ് ആരോപണം ഉയർന്നിരുന്നത്. വാഹന പരിശോധനയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായതോടുകൂടി തന്നെ ഇതിനെതിരെ അന്വേഷണം നടത്താനായി ഉത്തരവിട്ടിരുന്നു. തുടർന്ന് തൃശൂർ റൂറൽ SP ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. തൃശൂർ റേഞ്ച് IGക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ വാഹന പരിശോധന നടത്തിയ DVSPയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും സമാന്തര പാതയിൽ ഇത്തരത്തിൽ വാഹന പരിശോധന നടത്തിയതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ റേഞ്ച് IGയാണ് ഇക്കാര്യത്തിൽ ശുപാർശകൾ നൽകിക്കൊണ്ട് DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ദിൽജിത്ത്, അതായത് ടോൾ പിരിവുകാരെ സഹായിക്കാനുള്ള ഒരു നീക്കമായിരുന്നു DVSPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന രീതിയിൽ തന്നെയാണ് വിമർശനങ്ങളുള്ളത്. തീർച്ചയായും ഈ ടോൾ പ്ലാസയ്ക്ക് അല്ലെങ്കിൽ ഈ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ടേപ്പുകളിൽ എല്ലാം തന്നെ ഈ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്നതാണ് അതിന്റെ ഒരു ശരി എന്നുള്ള രീതിയിലാണ് DVSP സംസാരിച്ചിരുന്നത്. അത്തരത്തിൽ ടോൾ കൊടുത്ത് യാത്ര ചെയ്യാൻ സമാന്തരപാത ഒഴിവാക്കി യാത്ര ചെയ്യുന്നതിന് DVSP പ്രേരിപ്പിച്ചു എന്നതാണ് കാര്യം. അത്തരത്തിൽ ഉള്ളൊരു അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് DVSPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ റേഞ്ച് IGക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നടപടിക്ക് ശുപാർശയുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. ദിൽജിത്ത്, അതോടൊപ്പം തന്നെ ദേശീയപാതയിലെ സമാന്തര പാതയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതിഷേധം നിലനിൽക്കുകയാണോ? സുരേഷ്, ഈ ടോൾ കമ്പനി അധികൃതർ വലിയ നിരക്ക് വർധന തന്നെ ഈ അടുത്ത കാലയളവിൽ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഈ സമാന്തര പാതയിലൂടെയുള്ള ഗതാഗതം ക്രമാതീതമായി വർദ്ധിച്ചത്. ഈ കൃത്യമായി പറഞ്ഞാൽ ഒരു വാഹനത്തിന് കടന്നു പോകാനുള്ള ഒരു പഞ്ചായത്ത് റോഡ് മാത്രമാണ് അവിടെ ഒരു വാഹനത്തിന്റെ കടന്നു പോകുന്ന രീതിയിലുള്ള പാതയിലൂടെ ഇപ്പോൾ നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ ടോൾ ഒഴിവാക്കി പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തന്നെ ടോൾ പ്ലാസ അധികൃതർ എതിർത്തിരുന്നു. തുടർന്ന് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഈ പരിസരത്ത് സജീവമായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ വാഹന പരിശോധനയും കൂടി വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഏതായാലും DVSP ടോൾ പ്ലാസ അധികൃതർക്ക് സഹായം ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിൽ ടോൾ നൽകി യാത്ര ചെയ്യാൻ യാത്രക്കാരെ പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിടുകയും ഇത്തരത്തിൽ DVSPക്ക് വീഴ്ച പറ്റി എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്.